തീരുന്നില്ല. CPIയും ചില തിരക്കിട്ട ആലോചനകളിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ സേവനം ലഭ്യമാക്കാൻ CPIയും ഒരുങ്ങുകയാണ്. ഡൽഹിയിൽ നിന്നുള്ള സംഘമാണ് CPIക്ക് വേണ്ടി തന്ത്രമൊരുക്കുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷം സംഘം ഇത് സംബന്ധിച്ച ഒരു പ്രസന്റേഷൻ തന്നെ നടത്തിയിട്ടുണ്ട്. LDFന് തുടർഭരണം കിട്ടുമെങ്കിലും CPIക്ക് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ ഏറെ ഗൗരവമുള്ള ഒരു ആലോചനകൾ കൂടിയായിരിക്കും. BB അരുൺ തുടരുന്നുണ്ട്. അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. CPI ഇത്തരം തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ സേവനമൊന്നും ഇതുവരെ ഉപയോഗപ്പെടുത്തി കേട്ടിട്ടില്ല. ഇതൊരു ആദ്യമായിരിക്കാം. അങ്ങനെ എന്തുകൊണ്ടാണ് CPIക്ക് തിരിച്ചടി ഉണ്ടാകും എന്ന് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞർ സൂചന നൽകിയത്? എന്താണ് ഈ കണക്കെടുപ്പ്? ഇന്നലെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ചേർന്നത്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ തന്നെയായിരുന്നു പ്രധാന ചർച്ച. അതിനുശേഷമാണ് ഡൽഹിയിൽ നിന്നുള്ള ഒരു ടീമിനെ കൊണ്ട് ചില പ്രസന്റേഷൻസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇത്തവണ കടുത്ത ഭരണവിരുദ്ധ വികാരമൊക്കെ മറികടന്ന് വേണം സർക്കാർ തുടർച്ചയിലേക്ക് വരാൻ. അവിടെ വരുമ്പോൾ CPI കഴിഞ്ഞ തവണ 25 സീറ്റിൽ മത്സരിച്ചു, 17 എടുത്ത് വിജയിച്ചു. ആ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത്ര എളുപ്പമല്ല എല്ലാ സീറ്റുകളിലും വിജയിച്ചു വരാനെന്ന് CPI കണക്ക് കൂട്ടുന്നു. ആ കണക്കാണ് ഈ 9 സീറ്റുകൾ വിജയസാധ്യത ഉറപ്പ്. ബാക്കിയുള്ള സീറ്റുകളിൽ ചിലയിടങ്ങളിലുമൊക്കെ ഈ പ്രസന്റേഷനിൽ പറഞ്ഞത് ചിലയിടത്ത് റെഡ് സോണിലാണ്, ചിലയിടങ്ങളിൽ യെല്ലോ സോണാണ്. അങ്ങനെ ഒരു പ്രസന്റേഷനാണ് ഇന്നലെ അവതരിപ്പിച്ചത്. അതായത് അതിൽ ചിലയിടങ്ങളിലെങ്കിലും ഈ സാഹചര്യത്തിൽ പ്രവർത്തനങ്ങളിൽ വീഴ്ച വന്നാൽ നഷ്ടപ്പെട്ടു പോകുന്ന സീറ്റുകളുണ്ട്. അത് പിടിച്ചു നിർത്താൻ തന്ത്രങ്ങളാണ് CPI ആലോചിക്കുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ളൊരു ടീമാണ് ഇത് ഈ പ്രസന്റേഷനും ഈ കണക്കുകളും ഒക്കെ CPIക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അത് ഏത് സാഹചര്യത്തിലാണ് അതെന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. പക്ഷേ CPI നേതാക്കൾ ഈ ഏജൻസിയുമായി കരാറിലേർപ്പെട്ടു എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. 12-ക്ക് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമുണ്ട്. എല്ലാ പാർട്ടികളും അത്തരത്തിൽ ഈ സാധ്യതകൾ ആലോചിക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് CPI ആ രീതിയിലേക്ക് പോകുന്നത്. നേതൃത്വം തുറന്നു പറയാൻ തയ്യാറാകുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഭരണത്തുടർച്ചയിലേക്ക് എത്താൻ എന്ന ലക്ഷ്യം തന്നെയാണ് CPIക്കും ഉള്ളത്. അതുകൊണ്ടാണ് അവർ അത്തരമൊരു ഏജൻസി സഹായം തേടാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ ഒരു അന്തിമ തീരുമാനം ഇതിലായിട്ടില്ല എന്നാണ് CPI നേതാക്കൾ വ്യക്തമാക്കുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവിന് ശേഷമാണ് നേതാക്കളുടെ മുന്നിൽ ഇത്തരമൊരു അവതരണം ഡൽഹിയിൽ നിന്നുള്ള ഒരു ഏജൻസി നടത്തിയത്. എന്തായാലും CPIയും ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ സേവനം പ്രയോജനപ്പെടുത്തുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPI മത്സരിക്കുന്ന സീറ്റുകളിൽ മാറ്റങ്ങൾ തിരിച്ചടി ഉണ്ടാകുമെന്ന സാധ്യതയാണ്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഒരു കാര്യം കൂടി ചോദിച്ചുകൊള്ളട്ടെ. ഈ CPI നിലവിൽ ഈ ടേം വ്യവസ്ഥയിൽ ആദ്യം ഇടതു പാർട്ടികളിൽ LDFൽ കർശന വ്യവസ്ഥ കൊണ്ടുവന്നത് CPI ആണല്ലോ. പിന്നീടാണല്ലോ CPMും ആ വഴിക്ക് പിടിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ ടേം വ്യവസ്ഥ സംബന്ധിച്ച ആലോചനകൾ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ? ഇത്തവണത്തെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ട് പുതിയതായി ആരെങ്കിലും കടന്നു വരാൻ സാധ്യതയുണ്ടോ, പ്രത്യേകിച്ച് ഈ സർവേ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ? ടേം വ്യവസ്ഥ CPI കർശനമായി പാലിക്കുന്ന പാർട്ടിയാണ്. 3 തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ട എന്നാണ് ധാരണ. പക്ഷേ ഇന്നലത്തെ യോഗങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ടേം വ്യവസ്ഥ പാലിച്ചാൽ 3 തവണയിൽ കൂടുതൽ ആർക്കും നൽകിയിട്ടില്ല CPI ഇതുവരെ. പക്ഷേ ഇത്തവണ അങ്ങനെ നിന്നാൽ ചിലപ്പോൾ ചില സീറ്റുകളെങ്കിലും നഷ്ടപ്പെടുമെന്ന ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ ടേം വ്യവസ്ഥ ഇളവ് നൽകണമെന്ന ആവശ്യം CPIയുടെ ചില നേതാക്കൾക്കുമെങ്കിലും ഉണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അംഗീകരിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പ്രധാനപ്പെട്ട ചില സീറ്റുകൾ തന്നെയാണ് അത്തരത്തിൽ ഈ ടേം വ്യവസ്ഥ വന്നാൽ CPIക്ക് അവസരം നഷ്ടമാകുമെന്ന ആശങ്കയുള്ളത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ചിറയൻകീഴ് 3 തവണ തുടർച്ചയായി ജയിച്ചയാളാണ് അവിടുത്തെ MLA മുൻ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ V. ശശി. അതുപോലെ തന്നെ ചിറ്റയം ഗോപകുമാറും ജയലാലും ഒക്കെ പലയിടങ്ങളിലും അത്തരത്തിൽ 6ഓളം സീറ്റുകൾ അവർക്ക് 3 തവണ തുടർച്ചയായി ജയിച്ച ആളുകൾ മത്സരിക്കാനുണ്ട്. എല്ലാവരെയും മാറ്റിയാൽ പകരം വിജയസാധ്യത ആളുകളെ കണ്ടെത്താനാകുമോ എന്നാണ് CPIയുടെ മുന്നിലുള്ള ചോദ്യം. പക്ഷേ ഇതുവരെ CPI ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അത്തരം ഇളവ് വേണമെന്ന ആവശ്യം ചിലയിടങ്ങളിൽ ശക്തമായി തുടരുന്നുണ്ട്. അതാണ് സാഹചര്യം. എന്തായാലും CPIയും ഗൗരവമുള്ള ആലോചനകളിലേക്കാണ് കടക്കുന്നത്. എന്തായാലും ഇടതുമുന്നണി വിജയിച്ചാലും തങ്ങളുടെ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സർവേ റിപ്പോർട്ടുകൾ ഒരുപക്ഷെ CPI ഭയപ്പെടുന്നുണ്ടാവാം. അതുകൊണ്ട് അത് തിരുത്താനുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അതാണ് CPIയിലെയും ആലോചനകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.